കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 24 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെപ്പോലെയും ഭൃത്യൻ യജമാനെപ്പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബെൽസെബൂൾ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. നിങ്ങളവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ച് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മൾ ഇന്ന് ഓർക്കുന്നൊരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ഇഗ്നേഷ്യസ് ഡെൽഗാദോ. ഇഗ്നേഷ്യസ് ലോയോള അല്ല, ഇഗ്നേഷ്യസ് ഡെൽഗാദോ. അദ്ദേഹം 50 വർഷത്തോളം വിയറ്റ്നാമിൽ മിഷൻ വേല ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് ഗവൺമെൻറ് അനുവദിച്ചുള്ള ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മതപീഡനം അത് പൊട്ടിപ്പുറപ്പെട്ടു. ആ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ വിശുദ്ധൻ. അവരെന്നിട്ട് ചെയ്തത്, ഈ പട്ടിയൊക്കെ കൂട്ടിലിടും പോലെ ഒരു കൂടിനകത്ത് ഇട്ടടച്ചു. പബ്ലിക്കിനും കാണാവുന്ന രീതിയിൽ നമ്മൾ സൂയിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും മൃഗങ്ങളെയൊക്കെ കൂട്ടിക്കിടക്കുന്നത് കാണാവുന്ന പോലെ അദ്ദേഹം അവിടെ കിടന്ന് ദുരിതമനുഭവിച്ച് അവസാനം വിശപ്പ് കൊണ്ടും അതുപോലെ തന്നെ ശരീരത്തിനാവശ്യമായിട്ടുള്ള വെള്ളം കിട്ടാതെ ആ അവസ്ഥയിൽ കിടന്നാണ് അദ്ദേഹം ദുരിതം അനുഭവിച്ച് മരിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം കറതീർന്ന ഒരു ക്രിസ്തീയ ജീവിതമായിരുന്നു. അവിടെയൊന്നും പരാതി പരിഭവങ്ങളൊന്നുമില്ലാതെ ആത്മാവിൽ ആനന്ദിച്ച് മരണനിദ്ര പ്രാപിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ഡെൽഗാദോ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പരാതി പരിഭവം പറയാമോ എന്നുള്ളത് നമ്മോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. ഒരുപക്ഷെ ഈ വിശുദ്ധൻ്റെ ചരിത്രം കേട്ടിട്ട് നമ്മുടെ മനസ്സിൽ കൂടെ പോയേക്കാം, എൻ്റെ പൊന്നെ ഇങ്ങനെയെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ കാര്യം, നമ്മുടെ ഭാവി, നമ്മുടെ മനസ്സ്, നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്തകൾ, അങ്ങനെ നമുക്ക് തോന്നിയേക്കാം. ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന കാണാൻ പറ്റും. ബൈബിളിലൂടെ കടന്നു പോയാൽ ഒരു 366 പ്രാവശ്യമെങ്കിലും ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഫിയർ നോട്ട്, ഐ എം വിത്ത് യു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വളരെ മധുരമുള്ള ഒരു സന്ദേശം ദൈവം നമുക്ക് നൽകുന്നതായിട്ട് കാണാൻ പറ്റും. നീ പേടിക്കണ്ട. നിൻ്റെ സാഹചര്യം അതിലേക്ക് നോക്കിയല്ല നീ ജീവിക്കേണ്ടത്, സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കണം. സാഹചര്യം വളരെ മോശമായിരുന്നു സ്തേഫാനോസിന്.
ആളുകൾ ചുറ്റും നിൽക്കുകയാണ്, കല്ലെറിയുകയാണ്. ശരീരത്തിൽ ആവശ്യത്തിലേറെ മുറിവുകളുണ്ടായി. എന്നാലും അവർ നിർത്തിയല്ല, മരിക്കുന്നിടം വരെ എറിയണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ്. സാഹചര്യം എത്ര പ്രതികൂലമായിരുന്നു. പക്ഷെ അവിടെയും സ്തേഫാനോസ് നോക്കിയത് എറിഞ്ഞുകൊണ്ടിരുന്നവരിലേക്കല്ല, അവൻ്റെ മുറിവുകളിലേക്കുമല്ല. അവൻ നോക്കിയത് മുകളിലേക്ക്. എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവനും ഇതുപോലെ നല്ല സമാധാനപൂർവ്വം മരിക്കാൻ സാധിച്ചു. അല്ലാതെ അവനവിടെ കിടന്ന് കാറി കൂവിയൊന്നുമല്ല അന്ത്യശ്വാസം വലിച്ചത് എന്ന് നമുക്കറിയാം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചത് അത്ര വലിയ സഹനങ്ങളും ക്ലേശങ്ങളുമാണോ? 2 തീമോത്തി 3:12 പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണോ, നീ പീഡിപ്പിക്കപ്പെടും. യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ നമ്മൾ എടുത്ത് മുമ്പോട്ട് പോകണം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു 2 പേരുടെ മരണം, യാക്കോബ്, ജോസഫ്. 2 പേരുടെ മരണത്തെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെയൊക്കെ ഒന്ന് മരിക്കാൻ പറ്റിയ വലിയ ഭാഗ്യം കേട്ടോ. അവരെങ്ങനെയായിരുന്നു മരിച്ചത്? മക്കളൊക്കെ വന്ന് കൂടെ ഇരുന്ന് അവരോട് വർത്തമാനം പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് അവരിൽ നിന്ന് കിട്ടിയതൊക്കെ കഴിച്ച് അങ്ങനെ സമാധാനപൂർവ്വം മരിക്കുന്ന വ്യക്തികളായിട്ട് ഇവരെ നമുക്ക് കാണാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗഭാഗ്യം അവർക്ക് ലഭിച്ചത്? നമുക്ക് കാണാൻ സാധിക്കും. അബ്രാഹത്തെ ദൈവം വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു, അബ്രാഹം അതുപോലെ കേട്ടു. ഇസ്ഹാക്കിനെ വിളിച്ച് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു, ഇസ്ഹാക്ക് അതെല്ലാം അനുസരിച്ചു. യാക്കോബിനെ വിളിച്ച് യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ച് അവനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, യാക്കോബ് അത് അനുസരിച്ചു. ഇങ്ങനെ ദൈവത്തെ അനുസരിച്ച വ്യക്തികൾ. ജോസഫിൻ്റെ കാര്യം നോക്കിയാലോ, 1 മക്കബായർ 2:53 വായിച്ചാൽ ഒരുപാട് ദുരിതങ്ങളുണ്ടായി. അവനെ സഹോദരങ്ങൾ പീഡിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി. നമുക്കൊരു കാര്യം ചെയ്യാം, ജോസഫിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാം, അപ്പം മരിക്കണതിന് മുമ്പ് പറഞ്ഞായിരുന്നു നിൻ്റെ സഹോദരങ്ങളോട് ക്ഷമിച്ചേക്കണം, അല്ലെ അവൻ പഴയ കാര്യങ്ങളെല്ലാം വെച്ച് വൈരാഗ്യത്തോടെ പെരുമാറിയാൽ നമ്മുടെ കാര്യം എങ്ങനെ ഇരിക്കും? നമ്മൾ കാണുകയാണ്, ഇവിടെ ചങ്കിൽ കൊണ്ടു നടക്കേണ്ട ഒരു സന്ദേശമാണ് ഉൽപ്പത്തി 50:20 വചനം. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ ജോസഫിൻ്റെ പ്രതികരണം, ജോസഫ് കഷ്ടതയുടെ കാലത്തും കർത്താവിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലരെ എങ്ങും തൊടാത്ത രീതിയിൽ ഒരു വേദനയും ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ കൊണ്ടു നടന്നാലേ ഉള്ളൂ അവർ പ്രാർത്ഥിക്കത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ അവർ പള്ളി പോകത്തുള്ളൂ, ബലിയർപ്പിക്കാൻ പോകത്തുള്ളൂ. അതല്ലെങ്കിൽ അവരുടെ സ്വഭാവമൊക്കെ മാറും. ജോസഫിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് കഷ്ടതയുടെ കാലത്തും കൽപ്പനകൾ കൃത്യമായിട്ട് പാലിച്ചു. അതുകൊണ്ടാണ് പിന്നീട് അവനെ ഈജിപ്തിൽ 2ാം സ്ഥാനിയാക്കി മാറ്റി. ഫറവോ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ജോസഫിന്. എന്തുകൊണ്ടാണ്? ഇങ്ങനെ ജീവിച്ചതുകൊണ്ട്, വിശ്വസ്തത പുലർത്തിയത് കൊണ്ടാണ് അതുപോലത്തെ ഒരു അവകാശം അവന് ലഭിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ജോസഫ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എനിക്ക് ദ്രോഹം ചെയ്തു, ശരിയാ, പക്ഷേ ദൈവം അതെല്ലാം നമുക്ക് അനുഗ്രഹമാക്കി മാറ്റി. ഞാനെങ്ങാനും നിങ്ങളുടെ കൂടെ സുഖമായിട്ട് അവിടെ ജീവിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നേ. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പ് എന്നെ ഈജിപ്തിലേക്ക് ദൈവം അയച്ചതാണ്. അതിനെ ഇത് സാധാരണ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നത് പോലെയൊന്നുമല്ല. അവനെ പൊട്ടക്കിണറ്റിലിട്ടിട്ട് അവിടുന്ന് എടുത്ത് ഈജിപ്തുകാർക്ക് വിറ്റ് അവർ കൊണ്ടുപോകുക ഒരടിമയായിട്ട്. പക്ഷെ എന്നിട്ടും ജോസഫ് പറഞ്ഞൊരു കാര്യം, ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് അയച്ചതാണ്. ദൈവത്തിനൊരു നല്ല പദ്ധതി ഉണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു മുടി നിൻ്റെ തലേന്ന് കൊഴിഞ്ഞ് താഴെ വീഴത്തില്ല ദൈവം അറിയാതെ. അത്രമാത്രം ദൈവം നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായവർ ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനും എല്ലാം ഭയപ്പെട്ട് ജീവിക്കേണ്ട, ആകുലപ്പെട്ട് ജീവിക്കേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടാവുമോ? ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെക്യൂരിറ്റി. അബ്രാഹത്തോടെ കർത്താവ് പറഞ്ഞത് ഉൽപ്പത്തി 15 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് കവചമായിരിക്കും. അങ്ങനെ ഒരു കവചത്തിനുള്ളിൽ കഴിയുന്നവർ ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല.
ആ ഒരവസ്ഥയിലേക്ക് നമ്മെയും കൈപിടിച്ചുയർത്തണമെന്ന് ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.